നെഞ്ചിടിപ്പോട് കൂടി ഒരു സിനിമ കാണാന്നൊക്കെ നമ്മൾ പറയും. ആൻഡ് അതിനുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് റീസെന്റ് ആയിട്ട് റിലീസായ ഹൗസ് ഓഫ് ഡൈനാമൈറ്റ്. ഈ പടം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. യുഎസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു അറ്റാക്ക് വരികയും ലാസ്റ്റ് മിനിറ്റിന് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അവിടുത്തെ ഹയർ ഒഫീഷ്യൽസിന്റെ ഒക്കെ ഒരു സ്റ്റോറി. കാരണം പല രീതിയിലും അല്ലെങ്കിൽ പല പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ കഥ പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത മൊമെന്റിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ അങ്ങനെ അങ്ങനെ തളച്ചു നിൽക്കും. കാരണം ഇതില് ഇനി അടുത്ത് എന്താണ് ഉണ്ടാവുക, ഇനി അടുത്ത് എന്താണ് ഉണ്ടാവുക എന്നുള്ളൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് തന്നെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് ചെയ്തു വെച്ച ആളും നല്ല കിഡിലനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയും ഒരു അമേസിംഗ് തന്നെ പറയാം. അത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പടം കണ്ടവരുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഫീൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആൻഡ് ഓവറോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു റിയാലിറ്റി വേർഷൻ കാണിച്ചു തരാണ്. നാളെ ഇങ്ങനെയൊന്ന് സംഭവിച്ചേക്കാം എന്നുള്ളത്. എൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ, എന്ത് ചെയ്യും, ഏത് എക്സ്റ്റെന്റ് വരെ പോകണം എന്നുള്ള ഒരുപാട് പേരുടെ ആ ഒരു ചിന്തകളൊക്കെ നല്ല കിടിലനായിട്ടാണ് അവർ കാണിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പടം കാണാത്തതുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാൻ. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ പടം റിലീസ് ആയതുകൊണ്ട് പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.